Yes, red is not just a color, it's my attitude. Especially blood, മനുഷ്യരക്തം. ഈ ഡ്രാക്കുളയൊക്കെ ചോര ഇങ്ങനെ വലിച്ചു കുടിക്കുമല്ലോ, അതിലൊരു രസമില്ല. ചോരയുടെ രുചി അറിയാതെ രുചിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഊറ്റാതെ ഊറ്റും. ഒരാളുടെ ശരീരത്തിലെ ചോര മുഴുവൻ ഒഴുകിപ്പോയി ദേഹമെല്ലാം വിളറി വെളുത്ത് ആ അവസ്ഥയിൽ ഒരാളെ എത്തിക്കുമ്പോഴുള്ള ആ ഒരു ഉന്മാദം. ഈയിടെ കളങ്കാവിൽ നിന്നൊരു സിനിമ ഇറങ്ങിയല്ലോ, അതിൻ്റെ ഒരു ടൈറ്റിലായിട്ടെന്തോ കണ്ടു. മനുഷ്യനെ കൊല്ലുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ലോകത്ത് മറ്റൊന്നിലും കിട്ടില്ല. കറക്റ്റാ. അത് നമ്മൾ നമ്മുടെ കൈകൊണ്ട് സ്വന്തമായിട്ട് കൊല്ലുന്നതിലല്ല, കൊല്ലാതെ കൊല്ലണം, കൊല്ലിക്കണം, ചാവണം. ഇല്ലാതാക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം കറക്റ്റാ. ഈ ഒരു കറുപ്പും ചുവപ്പും കോമ്പിനേഷൻ ഉണ്ടല്ലോ, ദുഃഖം, ചോര, കണ്ണീർ, ചോര ചുവപ്പ്. പിന്നെ ഒരു കാര്യം, ഇമാതിരി ഷോയൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കാൻ പറ്റുന്നത് ഇവിടെ ആയതുകൊണ്ടാണ് കേട്ടോ. ഒരാളെ ഒരൊറ്റ ഡയലോഗിൽ കാലവരിക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോൾ ആ പവറിങ് കൂടിയില്ലേ. പണ്ടൊന്നും ഇത്രയും ഷോ ഞാൻ നടത്തിയിരുന്നില്ല. അതിനുശേഷം ഒരു പ്രത്യേക ധൈര്യം, എന്തോ ഒരു പ്രത്യേക ലൈസൻസ് കൈവന്നതുപോലെ ഒരു വല്ലാത്തൊരു വൈബാണ് അതിന് ശേഷം ജീവിതത്തിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സതുദ്ദേശത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. വിഷമുള്ള പാമ്പിൻ്റെ നാവ് കണ്ടിട്ടുണ്ടോ? ചുകാന്നിരിക്കും, രക്തച്ചോപ്പ. അങ്ങനെ നെഹരം പിടിപ്പിക്കുന്നതെല്ലാം ചോപ്പ. വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന ദർശനം മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിലേക്ക്, സാമൂഹ്യ വികാസ ഘട്ടങ്ങളിലേക്ക് ആ സൃഷ്ടി ദർശനത്തിലൂടെ മാർക്സ് നിർവഹിച്ച ഉത്തരവാദിത്വം പ്രപഞ്ചത്തെ കാണുക മാത്രമല്ല, വിശകലനം ചെയ്യുക മാത്രമല്ല. വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന ദർശനം മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിലേക്ക്, സാമൂഹ്യ വികാസ ഘട്ടങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചാൽ, സന്നിവേശിപ്പിച്ചാൽ കിട്ടുന്നതെന്തോ. രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഒന്നുകൂടി പറയാം. ഒന്നുകൂടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല മാസ്റ്ററെ, എത്ര ലളിതമായിട്ടാണ് വിശദീകരിക്കുന്നത്. ലേഖനോട് പറഞ്ഞു, നിങ്ങൾ ഈ ആളുകൾക്ക് മനസ്സിലാകുന്നത് പോലെ പറയുന്നില്ല. അതൊക്കെ അവർ വിവരദോഷികളായതുകൊണ്ടല്ലേ സഖാവേ, നമ്മുടെ ഭാഷ നമുക്കല്ലേ മനസ്സിലാവൂ. ആ വൈരുദ്ധ്യാത്മക പ്രകൃതിവാദം ശ്വസിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അതൊന്നും ലോക്കൽ ഭാഷയ്ക്ക് കിട്ടൂല. പിന്നെ നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയല്ലല്ലോ, നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകരുത് എന്ന ലക്ഷ്യം അതിന്റെ പൂർണ്ണതയിൽ എത്തുകയല്ലേ നമ്മുടെ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ പ്രതിക്രിയാവാദത്തിനുള്ളിലേക്ക് കടന്നുള്ള അന്തർധാരകളെ കുറിച്ച് വാചാലരാകുന്നതിലൂടെ. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അവർക്ക് മനസ്സിലാകാതെ പിന്നെ എന്തൊരു ഗംഭീര ഉറക്കമായിരുന്നെന്നറിയോ കഴിഞ്ഞ പ്രാവശ്യം സഖാവ് പ്രസംഗം നടത്തിയ ആ വേദിയിൽ. അടുത്ത കാലത്തൊന്നും ഈ കൊറോണയ്ക്ക് ശേഷം ഇത്രയും നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല എന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു പ്രസംഗം, നമ്മുടെ KS ചിത്ര ആലപിച്ച ഒരു താരാട്ടുപാട്ട് കേട്ടാൽ ഇങ്ങനെ ഉറങ്ങില്ല. അങ്ങനെ സുഖം പിടിച്ചിങ്ങനെ ഉറങ്ങി വരുന്നതിനിടയ്ക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായി, ഇത്രയും സുന്ദരമായിട്ട് നമുക്ക് ഉറങ്ങാൻ സാധിക്കും. പട്ടാപ്പകലും വിശന്നിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് ഇങ്ങനെ ഉറങ്ങാമെന്ന് മനസ്സിലായി എന്ന് ചാടി എണീറ്റ് ആ സദസ്സിലുണ്ടായിരുന്ന ആളുകളൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? ജനങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പറയണ്ട, ആ ജനങ്ങളാണ് പറഞ്ഞത് മനസ്സിലായി. അതെ, ജനങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ പ്രതിനിധീകരിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ജനങ്ങൾക്കറിയാം എപ്പോൾ എന്തു പറയണം, എങ്ങനെ ചെയ്യണമെന്ന്. അവസാനത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പോലും നിങ്ങളെല്ലാവരും എത്ര പണിപ്പെട്ട് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നടന്നോ? കാരണം ജനങ്ങൾക്ക് അറിയാമായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. അവർ കൃത്യമായിട്ട് അത് ചെയ്തില്ലേ. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ആരും സംസാരിക്കേണ്ട, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ചെയ്തോളൂ. മൊത്തത്തിൽ ക്ലേശം ആയതുകൊണ്ട് തുടർന്നും ക്ലേശകരമായി തന്നെ മുന്നോട്ട് പോകട്ടെ മാസ്റ്ററെ. ആ ക്ലേശത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട, അതിന് നടപ്പുള്ളതുമല്ല. നമ്മുടെ ആദർശം ലോകത്തിന്റെ സകല ഇടത്ത് നിന്നും കട്ടയും പടവും മടക്കിയിട്ടും
ശുഷ്കബുദ്ധികളായ അങ്ങേപ്പോലുള്ള ആളുകളുടെ ആർക്കും മനസ്സിലാകാത്ത, ആർക്കും പിടികിട്ടാത്ത ഇത്തരം പ്രസംഗങ്ങളിലാണ് ജീവിക്കുന്നത് നമ്മുടെ മിച്ചമുള്ള തരി. അത് മനസ്സിലാക്കി പ്രതിക്രിയാവാദവും തളർവാദവും എല്ലാം കൂട്ടിക്കുഴച്ച് അങ്ങ് ഉരുട്ടിക്കൊടുക്കുക. ഭൗതിക സാഹചര്യങ്ങളുടെ വൈരുദ്ധ്യാത്മകമായ വികാസ പരിണാമങ്ങളാണ് സമൂഹത്തെ വിവിധ ചരിത്ര ഘട്ടങ്ങളിലൂടെ ഉന്നതമായ വ്യവസ്ഥകളിലേക്ക് നയിക്കുന്നത് എന്ന ശാസ്ത്രീയ ദർശനമാണ് ഇപ്പോൾ മ്യാസ്റ്റർ പറഞ്ഞു വെച്ചത്. ഇത്രയും ലളിതമായി സംസാരിക്കാൻ മറ്റാരെ കൊണ്ടാവും? പ്രസ്ഥാനത്തെ വീണ്ടും വീണ്ടും ചരിത്രത്തിലേക്ക് വിന്യസിക്കുവാൻ ത്വര കാട്ടുന്ന ഇത്രയും നല്ല ഒരു നേതാവിനെ കിട്ടിയതിന് അന്തംകമ്മികൾ ഒരു കൂട്ട ആത്മഹത്യ പോലും ചെയ്താലും അത് കുറഞ്ഞു പോയില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൂട്ടത്തോടെ ഗോവിന്ദ പാടാൻ വേണ്ടി ഗോവിന്ദൻ മ്യാസ്റ്റർ നടത്തിയ പ്രയത്നത്തിന്റെ ബാക്കി പത്രമായി ഇനി വരുന്ന നിയമസഭയിലും നീട്ടി ഗോവിന്ദ പാടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം മ്യാസ്റ്ററെ, നിങ്ങളിലൊക്കെ കൂടി തന്നെ കേരളത്തിൽ റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റം ഉടൻ ഉണ്ടാവുമെന്ന് പൂർണ്ണമായിട്ടും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. അപ്പോൾ ഇനി വസ്തുനിഷ്ഠ ഘടകങ്ങളെ ആത്മനിഷ്ഠ ഘടകങ്ങളുമായി സംയോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് വാഴക്കുലയിൽ നിന്നും പഴത്തൊലിയിൽ നിന്നും ചക്കമടലിൽ നിന്നുമൊക്കെ PhD ഉൾപ്പെടെ ഉള്ളവ സ്വന്തമാക്കാം എന്ന കാര്യത്തിലുള്ള വിശദമായ അങ്ങയുടെ തുടർ പ്രഭാഷണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട്